പണ്ട് സ്കൂൾ പഠിച്ചിരുന്ന സമയത്ത് ഓർമ്മല്ലേ, ക്ലാസ്സിൽ നന്നായി പഠിച്ചിരുന്ന, ആക്റ്റീവായിട്ടുണ്ടായിരുന്ന, എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന, ടീച്ചേഴ്സിന്റെ ഒക്കെ പെറ്റായിട്ടുണ്ടായിരുന്ന, അതുപോലെ നമ്മളെ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് ഗണിത ശാസ്ത്രമേളയ്ക്കും കലോത്സവങ്ങൾക്കും ക്വിസിനൊക്കെ പ്രൈസ് കിട്ടിയിട്ട് സമ്മാനം വാങ്ങാൻ പോയിരുന്ന കുറച്ച് കുട്ടികള്, അവരെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതുപോലെ 10ലൊക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ട് പാസ്സായ പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ എന്റെ ചുറ്റും നോക്കുന്ന സമയത്ത് അന്നൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ടായിരുന്ന പല പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വളരെ ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് അങ്ങനത്തെ വളരെ സാധാരണ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാണ്. അതിപ്പോ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷനിലൊന്നും അല്ല നമ്മൾ കാണുന്നത്. ലൈഫിൽ ഏതോ ഒരു പോയിന്റിൽ അവർ സ്റ്റക്കായി പോയിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ നാട്ടിലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ, ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം, എനിത്തിങ്. ടീനേജില് അവർക്ക് ഉണ്ടായിരുന്ന ഒരു എനർജി ഉണ്ട്, അതിന്റെ ഒരു അംശം പോലും അവരിൽ നമുക്കിപ്പോ കാണാൻ പറ്റുന്നില്ല. അന്ന് നമുക്കൊക്കെ പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്ന പല സബ്ജക്റ്റുകളിലും നല്ല മാർക്ക് വാങ്ങിയിട്ട് പാസ്സായിരുന്ന കുട്ടികളെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഏത് പോയിന്റിലാണ് അവർ സ്റ്റക്കായി പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ കരിയറിലും അവരുടെ പേഴ്സണൽ ലൈഫിലൊക്കെ അവർ ഇത്രയും ഇനാക്റ്റീവായി പോയത് എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നിങ്ങളെ റീസൺ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ അന്നത്തെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഐ തിങ്ക് നിങ്ങൾക്കൊക്കെ ഒരു ബെറ്റർ ലൈഫ് ഡിസേർവ് ചെയ്യുന്നുണ്ട്.